ഹലോ ഗായ്സ്, എല്ലാവർക്കും നോക്കുന്ന പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ജിം സിമുലേറ്റർ. അപ്പോൾ ഇത് ഗെയിമെന്ന് വെച്ചാൽ നമ്മൾ ജിമ്മൊക്കെ നടത്തി ഒരു വലിയൊരു ആളാവണം. നമ്മൾ പൈസയൊക്കെ വെച്ചുണ്ട് കണ്ടാ, എറിഞ്ഞ് വാരുക. നമ്മൾ പൈസയൊക്കെ കണ്ടാ, പൈസയൊക്കെ എറിഞ്ഞ് നമ്മളങ്ങ് വാരും. അതാണ് നമ്മളെ ജിം സിമുലേറ്റർ. നമ്മൾ അകത്ത് ഇങ്ങനെ കാണും ജിമ്മിൽ ആളുകളൊക്കെ വന്ന് ഇത് ചെയ്യുന്നത്. അത് കാരണം വെച്ചാൽ നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 50,000 രൂപ ഉണ്ടായിരുന്നു. ഈ 50,000 രൂപ നമ്മളെ തന്ന് എങ്ങോട്ട് പോയെന്നറിഞ്ഞോളൊക്കെ കാര്യം. നമ്മൾ കുറേ സാധനം മേടിച്ച് എന്ന് പറയുന്നു. നമ്മൾ കമ്പ്യൂട്ടർ ഓണാക്കിയപ്പോൾ അതിനകത്ത് സ്റ്റാഫിനെ പോലും ഹയർ ചെയ്യാനില്ല കഴിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ഞാൻ വീഡിയോ ഇട്ടുന്നത് നല്ല ലോങ് ആയിപ്പോവും. പിന്നെ നമ്മൾ ഈ ചേട്ടന്മാരുടെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് പൈസ കൂട്ടും. നമ്മൾ കാരണം ഇത് മേടിച്ച് സെറ്റ് ചെയ്ത് അതൊന്നും അല്ല പരിപാടി. നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ഇരിക്കുക. നമ്മൾ ഈ സാധനങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി, സംഭവങ്ങൾ ഓർഡറായി ഇവിടെ സെറ്റായി വരും. ഓർഡർ നമ്മളൊന്നും ചെയ്തുകൊണ്ട് സെറ്റാക്കണം, ഇന്ന സ്ഥലത്ത് വെക്കണം, അതൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എന്തൊരു ഗെയിമാണെന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്കിതെടുത്ത് മാറ്റണം. നമ്മളിതിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളിതെടുത്ത് മാറ്റാൻ നോക്കിയാൽ പോലും നമുക്കിത് മാറ്റാൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനത്തെ ഒരു ഗെയിമാണ്. നമുക്കിതൊന്ന് ഇപ്പോൾ മാറ്റാൻ തോന്നിയൊന്ന് മാറ്റണ്ടേ. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ടാ, ലെഗ് എക്സസൈസ് എല്ലാ എക്സസൈസിൻ്റെ ഫുള്ള് സെറ്റപ്പുകളുണ്ട്. അതൊന്നും നമ്മളൊന്നും പറയണില്ല. നമ്മൾ എക്സസൈസിന് അങ്ങനെയൊന്നും സീനൊന്നും ഇല്ല, അതൊന്നും പറയുന്നില്ല നമ്മൾ. ഇതൊക്കെ കണ്ട നമ്മൾ സെറ്റപ്പ് ആണെന്ന് വെച്ചാൽ ഇനി സിമുലേറ്റർ ഗെയിംസൊക്കെ വരും. ഗെയിം ലോക്കറിൻ്റെ ചാനലിൽ പുതിയ സിമുലേറ്റർ ഗെയിംസൊക്കെ വരും. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം കേട്ടോ ഗൈസ്. ഇത് നമ്മൾ ജിം സിമുലേറ്ററാണ്, ജിം സിമുലേറ്റർ 3 ആണ് ഗൈസ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കൊരു സെറ്റപ്പൊക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റ് ആക്കണം ജിമ്മൊക്കെ. ഈ ചേച്ചി വന്ന് ജിമ്മൊക്കെ അടിക്കുകയാണ് കണ്ടാ, 6 പാക്ക് അടിക്കാൻ വന്നേ ചേച്ചിയൊക്കെ. അതുപോലെ നിങ്ങൾ 6 പാക്കൊക്കെ അടിക്കുക ഗൈസ് ഓക്കെ. നമ്മളിവിടെ നിന്ന് ഈ ചപ്പും ചവറും പറക്കുന്നത് നമ്മളെ ജോലി. എങ്ങനെ ഇരിക്കുന്നു ഈ ചപ്പും ചവറും നമ്മൾ പറക്കണം ഓക്കെ. നമുക്ക് ഈ ഉണ്ട് ഇവന്മാർ തിന്നും കുടിച്ചിട്ട് ചപ്പും ചവറും കൂടി ഇട്ടിടങ്ങ് പോകുന്നത്. ഇത് ഉള്ളിൽ പറക്കുന്ന നമ്മളെ ജോലി. നമുക്കിതൊക്കെ പറഞ്ഞിട്ടില്ല ഗൈസ്. എന്താ നമ്മളിനി ഇവിടെ കൊണ്ട് ഇതിങ്ങനെ അങ്ങ് ഇടണം. കണ്ടാ, ഇതെന്ന് വെച്ചാൽ നമ്മളെ ഫുള്ളൊരു അമ്പലത്തിൽ നമ്മൾ പൈസ മുടിപ്പിച്ച് കഴിക്കണ്ട. എന്നിട്ട് നമ്മൾ 25,000 ആ റേഞ്ചിൽ നിൽക്കുവാണ്. ആളുകളൊന്നും പൈസ പോലും തരാതാണെന്ന് തോന്നുന്നു ഇറങ്ങിപ്പോകുന്നത്. പൈസയ്ക്ക് അത്യാവശ്യം തരുന്നുണ്ട് ആളുകളും. എന്നാൽ കുഴപ്പമില്ല, നമസ്കരിക്കുകയൊന്നും വേണ്ട. സൂര്യഭഗവാൻ. ഇത് നമ്മളെ ജിമ്മിന് നമ്മളത് പേരിട്ട് GL ജിം എന്നും പറഞ്ഞാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് GL ജിം വേണമെങ്കിൽ ആർക്കെങ്കിലും പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ എല്ലാം ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ മാറ്റുന്നതായിരിക്കും ആ പേര് ഓക്കെ. എന്താണ് പരിപാടി ഇവിടെ? എടാ നോക്കുന്ന ഇതിൻ്റെ പണി നോക്കടാ. ആണാ പോന്ന്. എന്തിനാ നീ പേടിച്ചു പോയാ? അണ്ണൻ്റെ നടത്തമുണ്ടായിരുന്നെങ്കിൽ അത് നോക്കിയ നിങ്ങൾ ഇതൊരു ഗെയിമിൻ്റെ ഓരോ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ വരും. എനിക്കിഷ്ടമല്ല ഈ പരസ്യങ്ങൾ വരുന്നതാണ് നമ്മളെ ഗെയിം ഇതായി പോകുന്നത്. പരസ്യം വരുന്നതൊന്നും എനിക്കിഷ്ടമല്ലത്. ഇത് കൺസ്ട്രക്ഷൻ ഗെയിമാണ് ഗൈസ് കേട്ടോ. ഞാൻ ചുമ്മാ പരസ്യത്തിന് വേണ്ടി അവരുടെ പരസ്യത്തിന് വേണ്ടി ഇടുകയെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഗൈസ്. ഇത് യഥാർത്ഥത്തിൽ നമ്മളെ ഇത് ഫോൺ ഗെയിംസ് അങ്ങനെയൊക്കെ ആകുമ്പോൾ പരസ്യം വരുന്നത് ഒരു ഇതാണ് ഗൈസ്. എല്ലാവർക്കും വരാറുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ഒരു പരസ്യം വന്നിട്ട് നമ്മളിത് എഡിറ്റ് ചെയ്യാതെ ഇട്ടും. കാരണം എന്ന് വെച്ചാൽ ഈ പരസ്യം എഡിറ്റ് ചെയ്താൽ നമ്മളെ പകുതി ഭാഗം അതിൻ്റെ കൂടെ പോകും. അവിടെ ശ്രദ്ധിച്ച് എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതും പറ്റത്തില്ല കഴിച്ചത്. എന്താ നമ്മളെ ചേച്ചിയൊക്കെ പോകുന്നു എല്ലാം കഴിഞ്ഞിട്ട്. എന്താ ചേച്ചി ഇന്ന് എക്സസൈസ് ചെയ്യുന്നു. അപ്പോൾ ഇന്നതിനകത്ത് രാത്രി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. നമുക്ക് ഇന്നിപ്പോൾ ഇന്നത്തെ പൈസയാണിത്. നമുക്ക് അങ്ങോട്ട് പോവാം. വേസ്റ്റ് നമുക്കതൊക്കെ ഒന്ന് പറക്കാം. നമ്മൾ അതേ ഗെയിമർ നമ്മൾ അടുത്ത് ഇരിപ്പുണ്ട്. എന്തിനാന്ന് അറിഞ്ഞൂട്ടാ. ഒരു ഹായ് കൊടുത്ത് എല്ലാവർക്കും. ഹായ് ഓക്കെ ഗൈസ്, ഹായ് കൊടുത്ത്. അണ്ണാ മോനെ ഇവിടെ നോക്കുന്ന ഇവിടെ മഴേ ഓണ ഫോണ് കേട്ടാ. പിന്നെ ഇടുന്നു വന്നിട്ടൊന്ന് ദേ പോയി.
ഇവന്മാരൊക്കെ എന്തിനാ എക്സസൈസ് ചെയ്യുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന വാഴകള്? ഓ അണ്ണാ ഞാൻ പോകുന്നു കേട്ടോ, വേറെ പരിപാടിയൊന്നും ഇല്ല നമ്മളിവിടെ. നമ്മൾ പോകുന്നു. നമ്മളിനി കുറച്ച് സാധനം കൊണ്ട് കടയിലേക്ക് മേടിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഡംബൽസിൻ്റെ സെക്ഷനിൽ വന്നാൽ നമുക്ക് ഡംബൽസ് കാണാം. അവിടെ എല്ലാം തീർന്നു. ഡംബൽ ആൻഡ് പ്ലേറ്റ് എന്ന് പറയുന്ന സംഭവമാണ്, ഫുള്ള് തീർന്ന് പൂച്ചിപ്പോയി മൊത്തം. ഇവിടെ മെഷീൻസ് വന്നാലേ നമുക്ക് കുറച്ച് മെഷീൻസൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ട്രെക്ക് മില്ലിൽ പോയി. നമ്മൾ ട്രെക്ക് മില്ല് ഒന്നും മേടിച്ചിട്ടില്ല, 2 ഇതെല്ലാം മേടിച്ച് നമ്മൾ. ട്രെക്ക് മില്ല് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം ഗൈസ്, ട്രെക്ക് മില്ലിൻ്റെ പ്രവർത്തനം എന്താണെന്ന്. ഓക്കെ ഗൈസ്, നമ്മളിഞ്ഞ് മേടിക്കുള്ളൂ. ഇതൊക്കെ മേടിച്ചിരുന്നു. ചെസ്റ്റ് പ്രസ്സാണ് ഗൈസ്, ഇത് ചെസ്റ്റ് പ്രസ് വേണ്ട തൽക്കാലത്തേക്ക്. ചെസ്റ്റ് പ്രസ്സും വേണ്ട. നമ്മളിനി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ജിമ്മ് നിറഞ്ഞിരിക്കും ഗൈസ്. അത് നമുക്ക് കാണണം. നമ്മളെ ജിമ്മ് നിറയുന്നത് നമുക്ക് കാണണം. ഗൈസ്, നമുക്ക് കാണണം. ഓക്കെ, നമ്മൾ ചിലപ്പോൾ തമ്പനയിൽ ഇതൊക്കെ വരും കേട്ടോ ഗൈസ്, പരസ്യമൊക്കെ. നിങ്ങൾ അതൊന്നും ഓർത്ത് ഒന്നും മിക്കരും സെറ്റ് ആക്കണം നമുക്ക്. ഓക്കെ ഗൈസ്, ഓക്കെ സെറ്റ് ആക്കണം. നമ്മളെ ഗെയിമറാണ് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത്. ദി പീസ് ഓഫ് ചെസ്റ്റ്. നമ്മളെ ഗെയിമറിൽ പ്രാന്താണ് ഇടയ്ക്കിടയ്ക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കണത്. ഗെയിമറിൽ വയ്യ, ചെറിയ പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഫോണൊക്കെ തകരാറിലായി. ഗെയിമറിൻ്റെ നില മോശമാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മളെ ഗെയിമറണ്ണൻ നമ്മുടെ ഇടയ്ക്ക് വെച്ചൊരു ഫയറിൻ്റെ അങ്ങനത്തെ പബ്ജി മോഡിലൊരു ഗെയിം കയറ്റിയായിരുന്നു. മറ്റേ ശരിയാ, അവൾക്ക് കളിക്കാൻ പറ്റത്തില്ല ഗെയിം. അപ്പോൾ പറഞ്ഞ് കുളമാക്കാതെ എനിക്ക് ഉണ്ടായി അവിടെ. ട്രെക്മിന് നമുക്ക് 6000-ൻ്റെ വേണ്ട, മതി മോനെ. നമുക്കിനി 7000 നോക്കണോ? വേണ്ട, 7000 ഇത് ഫുൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും നമുക്ക്, മതി. ഓക്കെ, താങ്ക് യു. പോണ് കേട്ടാ. ഈ വർഷത്തിനാ വരുന്നത് ഇങ്ങോട്ട്. ഞാൻ പോന്നു. കണ്ട കഴിച്ച് നമ്മളെ ജിമ്മ് ഫുള്ള് സെറ്റപ്പായി കഴിച്ചണ്ടാ. നമ്മൾ ഇച്ചിരി സ്ഥലം പോയി. നമ്മൾ ട്രെക്മിലൊക്കെ എന്ത് ചെയ്യേ? ട്രെക്മിലൊക്കെ ഹാഫാകത്ത്. അയ്യോ, അണ്ണൻ ഓടിതാ തെള്ളുന്നു. അണ്ണാ ഓടിത്തെള്ളല്ലേ ഇത്, എക്സസൈസ് ചെയ്യാനുള്ളതാണ്. അണ്ണാ ഇത് റോഡിൽ പോയി കിടന്ന് തുടങ്ങും. നിങ്ങൾ ഇതിൽ കിടന്ന് ഇങ്ങനെ ഓടിയാൽ ഇത് പൊടിഞ്ഞ് നാശക്കോട്ടയായി പുഴുവരിച്ച് ഉളവാവുകയണ്ണാ. നിങ്ങൾ എന്തുവാ കാണിക്കണത്? അണ്ണ ഇങ്ങനൊന്നും ഓടല്ലേ ഇപ്പോൾ പഴയ ഇവിടെ ഓപ്പൺ അല്ലല്ലേ പറയണക്ക്. ഇവിടെ ഓപ്പൺ ആക്കണം നമുക്ക് അവിടെ കേട്ടാ. നമ്മൾ മാറിയിടാ അണ്ണ പോന്ന്. അണ്ണ ദേഷിക്കാതെ നിങ്ങളൊക്കെ. ദേഷ്യത്തെ എങ്ങനെ ശരിയാവും മോനെ? അതാരാ മോനെ? ആരാ അത്? ഇവിടെ നല്ല ശബ്ദം വന്നത്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ അറിയടാ മോനെ. ആരാടെ വിളിക്കുന്നു എന്നെ? ആരാണ്ട് വിളിക്കുന്നെന്നെ. മോനെ ഇങ്ങ് വാടാ, സഹായിക്കട്ടാ ഒന്ന്. ഇല്ല ചേച്ചിയാണെന്ന് വിളിച്ചത്. എന്താ ചേച്ചി, എന്താ നിങ്ങൾക്ക്? ഇവിടെ പൊന്നു മോനെ, എന്നെ ഒത്തിരി നാളുകൊണ്ട് ഇവിടെ കിടന്ന് ഈ ഡമ്പൽ പൊക്കണ്. എനിക്ക് ഇച്ചിരി മസിൽ പോലും വരുന്നില്ല. അല്ല ചേച്ചി, ഇവിടെ വന്ന് ഡമ്പൽ പൊക്കിയെന്നും പറഞ്ഞ് നിങ്ങളെ മസിലൊന്നും എന്ത് ചെയ്യാ ചേച്ചി? ഇതിൻ്റെ ഇടയ്ക്ക് ഈ കൊടുക്കത്തെ പരസ്യം കയറി വന്നു. ചേച്ചിയെടുത്തൊന്നും പറയാനും സമ്മതിക്കത്തില്ല ഈ വാഴപ്പരസ്യം. ചേച്ചിയെടുത്ത് ഒന്ന് സ്വജ്ജിട്ടിറങ്ങി ചേച്ചി. പിന്നെ എനിക്ക് എൻ്റെ പൊന്നു ചേച്ചി വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് കഴിക്കണത്? എൻ്റെ പൊന്നു മോനെ, ഞാൻ വീട്ടിൽ ഇന്നലെ ഇവിടുന്ന് പോയിട്ട് ഒരു അൽഫാം, ഒരു 3 പൊറോട്ട അത്രേ കഴിച്ചോളൂ മക്കളെ. പിന്നെ ഇച്ചിരി മയോണീസ്, പിന്നെ ഇച്ചിരി കെച്ചപ്പ്, അത്രേ കഴിച്ചോളൂ, വേറെ ഒന്നും കഴിച്ചില്ല. ഓക്കെ ചേച്ചി, ഓക്കെ ചേച്ചി ഇത് ചെയ്തു കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല മസിൽ വരും. ഓക്കെ, ഒന്നുമില്ല കേട്ടോ. ഓക്കെ മോനെ. ഓക്കെ ചേച്ചി. എൻ്റെ അടുത്ത് ഇങ്ങ് വാടാ വാഴ. എൻ്റെ താനെപ്പോഴും എന്നെ വാഴയെന്ന് വിളിക്കുന്നത് എന്തോത്തിനാ? എന്നെ മസിൽ കണ്ടാ നീ? തടിച്ചടിച്ചടിച്ചടിച്ചുണ്ടാക്കിയ മസില. ഇത് വെച്ച് നിൻ്റെ മണ്ട അടിച്ചങ്ങ് ഞാൻ പൊട്ടിക്കും കേട്ടാ. ഇത് എന്തുണ്ടാക്കാൻ ഈ ഡമ്പൽ ഇവിടെ മേടിച്ച് വെച്ചേക്കുന്നത്? ഒരു 10-50 കിലോയുടെ ഡമ്പൽ മേടിച്ച് വെയ്. അണ്ണാ നാളെ വരാം കേട്ടാ. അതാരാ? പോയോ അണ്ണൻ? അണ്ണൻ പോയി കേട്ടാ.
മസിലൊക്കെ പിടിച്ച അണ്ണ സീനാ കേട്ടാ. ഇതല്ലേ അമ്മച്ചി, പോവാണോ? ആ പോവാ മക്കളെ, നാളെ വരാം കേട്ടാ. ആ ശരിയെങ്കിൽ. നീ ഒന്ന് ശബ്ദം ഉണ്ടാക്കാതെ ഇല്ല, എൻ്റെ പൊന്നു മോനെ, ശബ്ദം ഉണ്ടാക്കാതെ നില്ല നീ. പൊന്നും എല്ലാരും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി എങ്ങനെയുണ്ട്? നോയിസ് പൊല്യൂഷൻ. നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കാതെ മുക്കാതെ നില്ലേ, എന്നാലും എല്ലാം അങ്ങ് മാറും, മനസ്സിലായ? ഇവിടെ വന്ന് ഉള്ളവരെല്ലാവരും കൂടെ എൻ്റെ നെഞ്ചത്ത് കയറിയാൻ ആ പിന്നെ എന്തോ വേണം? എന്തോ പറയാൻ ഞാനിത്. പരസ്യം ഇത് സിനിമയുടെ പരസ്യം കേട്ടോ കൈസ്. അല്ലാതെ പരസ്യം ഞാൻ ഇടുന്ന പരസ്യമൊന്നും അല്ല കൈസ്. ഒക്കെ നമ്മളെ ജിം അടച്ചെല്ലാവരുമായി പോയിക്കോട്ടോ. അത് നീ ഒന്ന് ഇറങ്ങി പോടാ വാഴ. നീ എന്തോ കണ്ട ശബ്ദം ഉണ്ടാകുന്ന ഒത്തിരി നേരമുണ്ട്. എന്തോ ചെയ്യുവന്മാരെയൊക്കെ പിടിച്ചങ്ങ് അലക്കണം അവനെ. മക്കളെ അങ്ങ് വാടാ. എന്താ ചേച്ചി? പിന്നെ ഇതിനങ്ങ് ഒടുക്കത്തെ വെയിറ്റ് ഇച്ചിരിയും കൂടെ കുറഞ്ഞ മേടിച്ച് വെക്കാവോ? എൻ്റെ പൊന്നു ചേച്ചി, ഇതാ കുറഞ്ഞത് കൂടിയതെല്ലാം അങ്ങ് അറ്റത്തിരിപ്പോണ്ട് പോയി ആ ചേച്ചി അവിടെ പോയി ചെയ്. അല്ല മക്കളെ, എനിക്ക് അവിടെ മൊത്തം ചെക്കന്മാര്, ഞാനൊരു പെണ്ണല്ലേ. ഞാൻ അവിടെ പോയി നിന്നാൽ ചിലപ്പം പ്രശ്നം വന്നാലും ഒരു പ്രശ്നമില്ല. ചേച്ചി അവിടെ പോയി എങ്ങനെ ചെയ്താൽ മതി. വേണ്ട മക്കളെ, ഞാൻ അവിടെ നിന്ന് ചെയ്തോളാം. എനിക്ക് ചേച്ചിയുടെ ഇഷ്ടം. അരിയാട്ട്. എന്തോന്നറ ഇത് മേടിച്ച് വെച്ചേക്കുന്നവ മിഷിയെ? ഇത്തിരി പൊത്തിപ്പൊളഞ്ഞ മിഷ്യം മേടിച്ചവ വെച്ചേക്കുന്ന ആരെ കാണിക്കാനെന്നോ എന്തോ. എല്ലാവന്മാർക്കും ഭ്രാന്തായി വാഴകൾ. അപ്പം എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക കേട്ടോ. എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതാണ്ട ഇവിടെ ഈ വട്ടന്മാർ ഇങ്ങനെ കിടന്ന് ഓടി എങ്ങനെ ശരിയാവും? ചേട്ടൻ്റെ പേരെന്ത്? എടാ മോനെ, എൻ്റെ പേര് രംഗൻ. രംഗനോ? നല്ല പേര്. ചേച്ചി, എൻ്റെ പൊന്നു ചേച്ചി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നു. ചേച്ചി എന്തോ വേണമെന്ന് പറയത്? ചേച്ചികളെല്ലാവരും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുക. നമ്മൾ എന്തോ ചെയ്യാനാ? എല്ലാവരും നമ്മളെ ജിമ്മിൽ വന്നിട്ട് ശബ്ദം ഉണ്ടാക്കും, ഓരോ മാതിരത്തെ ശബ്ദം. നമ്മളിത് കണ്ട് പേടിച്ചോടും. അത് എന്താ ചെയ്യാനെന്ന് പറയുന്നത്? അണ്ണ ഒന്ന് മിണ്ടാണ്ടാക്കുന്ന. വാടാ വാ. അണ്ണ വീടും വന്നാ പിന്നെ അന്നിനാ നിൻ്റെ അടുത്ത് പറഞ്ഞൊന്നും കാര്യമാകണ്ട കേട്ടോ. അതൊക്കെ ചുമ്മാ പറഞ്ഞ കേട്ടടേ. ഓണ്ണ അതൊന്നും നമ്മളങ്ങനെ വിഷയമൊന്നും ആക്കുന്നില്ല. അപ്പം എല്ലായിടത്തും ഒന്ന് പറയാമോ? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുന്നൊക്കെ ഒന്ന്. മനസ്സിലാതെ ഞാൻ ഈ അടിക്കുന്ന കണ്ട എൻ്റെ ഈ മസിൽ, ഇതിനെ അടിച്ചടിച്ചുണ്ടാക്കിയ മസിലാണ്. ഇത് വെച്ച് എന്തോ വേണം? നമ്മൾക്ക് എല്ലാവർക്കും മസിലുണ്ടാക്കണം. എന്നിട്ട് മസിലുണ്ടാക്കി കഴിഞ്ഞ് ബാക്കി ഞാൻ പറയാം. മസിലുണ്ടാക്കി കഴിഞ്ഞാൽ സബ് ചെയ്യുക ചാനൽ. ബാക്കി ഞാൻ പറയാം. ഇങ്ങോടാ ലൈക്ക് ചെയ്യുക ചാനൽ. മക്കളെ ഇങ്ങ് ബാക്കി ഞാൻ പറയാം. ചാനൽ പിന്നെ എല്ലാവരും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൂട്ടുകാരൊക്കെ കൂടെ കൊടുക്കണം. എന്നിട്ടൊന്ന് കമൻ്റൊക്കെ ഇടുക കേട്ടോ. ഞാൻ ചുന്തരിയല്ലേ ഭയങ്കര. ഓ ചേച്ചി ശരിയെങ്കിൽ. എന്താണ്? എന്തോ പറ്റി? ഈ മിഷ്യൻ ഭയങ്കര എന്തരാ ഭയങ്കര മിഷ്യന്.